ഞാൻ ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ റെഫർ ചെയ്യുന്ന ആർട്ടിസ്റ്റുകളൊക്കെ ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക് എന്നുള്ള കോൺസെപ്റ്റാണ്. ഇപ്പം പുറത്തായാലും അപ്പോൾ അത് ഫിലിമിൽ ഇന്ത്യയിൽ ഫിലിമാണ് മെയിൻ. ബട്ട് സ്റ്റിൽ ഇപ്പം ഫിലിമിന് കുറേ റെസ്ട്രിക്ഷൻസ് എങ്ങനെ പോയാലും ഉണ്ടാവും. ഇപ്പം നമ്മുടെ ടേസ്റ്റ് മാത്രമായിരിക്കില്ല അതിനകത്ത് ഭാഗം. എനിക്ക് തോന്നുന്നു ഡയറക്ടർ പുള്ളിയുടെ പെർസ്പെക്റ്റീവിൽ നമ്മൾ ചെയ്യണം. അപ്പോൾ അതിന് കുറച്ച് റെസ്ട്രിക്ഷൻസ് നമുക്ക് വരും ആസ് എ മ്യൂസീഷ്യൻ. പക്ഷേ മറ്റേ ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക്കിൽ അങ്ങനെയല്ല. നമുക്ക് എന്ത് ഫീൽ ചെയ്യുന്നു അത് ടോട്ടൽ എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു ഫ്രീഡം ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക്, അതായത് പാരലൽ മ്യൂസിക്കിനുണ്ട്, നോൺ ഫിലിമി. അപ്പോൾ ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് നമ്മൾ കണ്ടുവന്നിരിക്കുന്നതും അങ്ങനത്തെ ആർട്ടിസ്റ്റുകളെയാണ്. ഇപ്പം ഫോർ എക്സാമ്പിൾ കൊളോണിയൽ കസിൻസിൻ്റെ ഒരു ആൽബം, അല്ലെങ്കിൽ ശങ്കർ മഹാദേവൻ്റെ ഇൻഡിവിജ്വൽ ആൽബം, അല്ലെങ്കിൽ അങ്ങനെ കെ ഒക്കെയാണ് ഞാൻ കണ്ടിട്ടുള്ള ഇന്ത്യൻ ആ സമയത്ത്. ഷാൻ, യുഫോറിയ, അങ്ങനെ ഒത്തിരി ബാൻഡ്സും ആ സമയത്ത് ഒത്തിരി അങ്ങനെ സജീവമായിരുന്നു ഞാൻ സ്കൂളിങ് ടൈം. അപ്പോൾ എൻ്റെ സ്വപ്നം അങ്ങനത്തെ ഒരു സ്ട്രീമിൽ നമ്മുടെ സ്വന്തം മ്യൂസിക് എന്നുള്ളതാണ്. പക്ഷേ ഫിലിമിന് ചെയ്യുന്നത് വേറെ ഒരു ഫ്ലേവറാണ്. ആൻഡ് ഇറ്റ് ഈസ് മോർ ചാലഞ്ചിങ് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം വെച്ചാൽ ആ റിക്വയർമെൻറ്റ് നമ്മൾ മീറ്റ് ചെയ്തേ പറ്റൂ. അവരുടെ റിക്വയർമെൻറ്റ് ആ സിറ്റുവേഷന് നമ്മൾ കൊടുക്കണം. അപ്പോൾ അത് ഭയങ്കര പാടാണ്. ഞാൻ ശരിക്കും കഷ്ടപ്പെട്ട് ഒപ്പിച്ചെടുത്തെന്ന് തോന്നുന്നു. എൻ്റെ ഒരു പോളിസി അല്ലെങ്കിൽ എനിക്ക് ഫീൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ അങ്ങനെ ഡിഫറൻസിന് വേണ്ടിയൊന്നും ചെയ്തിട്ട് കാര്യമില്ല. കാരണം വെച്ചാൽ അങ്ങനെ പോയാലും മ്യൂസിക് ആർട്ടിഫിഷ്യലായി പോകും എന്നുള്ളത് എൻ്റെ ഫീൽ. ഇപ്പം ഞാൻ കേട്ട് എനിക്ക് ഒത്തിരി ഇൻഫ്ലുവൻസസ് നമുക്കുണ്ടാവും നമ്മുടെ ലിസണിങ് പോലെ. ഇപ്പം ഞാൻ എല്ലാ ജോണറും കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ കൊച്ചിലെ പോലെ അങ്ങനെ കേൾക്കുന്നതിൻ്റെ നമുക്കൊരു നമ്മുടെ ഉള്ളിലൊരു മ്യൂസിക് എന്തായാലും ഉണ്ട്. അപ്പോൾ അതിനെ പുറത്ത് കൊണ്ടുവരിക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ഞാൻ ഡിഫറെൻ്റായിട്ട് ചെയ്യണം, ഹിറ്റാക്കണം, അങ്ങനെ പോളിസിയിൽ ചെയ്താൽ അത് ഭയങ്കര ആർട്ടിഫിഷ്യലായി പോകും എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതായത് സോൾഫുള്ളായിട്ട് ഉള്ള മ്യൂസിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ നിന്ന് സ്ട്രെയിറ്റ് വരുന്ന സാധനമായിരിക്കും. അപ്പോൾ അതിൽ കൂടുതൽ നമുക്ക് ഒരു ഓൾട്ടർനേറ്റീവ്, ഇവിടെ ഒരു ഡബ് സ്റ്റെപ്പ് കൊടുക്കാം, അല്ലെങ്കിൽ അങ്ങനെ കൊടുക്കാം, അങ്ങനെയൊക്കെ ഫിക്സിൻ ചെയ്താൽ ആ പാട്ടിൻ്റെ ഫ്ലേവർ പോവും എന്നാണ് എൻ്റെ പേഴ്സണൽ ബിലീഫ്. അപ്പം ആ സിറ്റുവേഷൻ എന്താണോ എൻ്റെ മനസ്സിൽ നിന്ന് വരുന്നത്, എനിക്ക് അപ്പോൾ തോന്നുന്നത് അതായിരിക്കും എൻ്റെ മ്യൂസിക്. അപ്പോൾ കൂടുതൽ എക്സ്പെരിമെൻ്റലായി ചെയ്യണം എന്ന് വിചാരിച്ചൊക്കെ ചെയ്യാൻ എനിക്കിഷ്ടമല്ല. കാരണം വെച്ചാൽ അത് ഫ്ലേവർ പോവും എന്ന് തന്നെയാണ്. ആ പേസ്, നമുക്ക് എന്താണോ നമ്മൾ ഇമാജിൻ ചെയ്യുന്ന ആ സിറ്റുവേഷനിൽ അതങ്ങനെ അങ്ങ് ചെയ്യാനേ നോക്കിയിട്ടുള്ളൂ. അപ്പോൾ അറിയില്ല, ഇറ്റ് മൈറ്റ് ആൾക്കാരെങ്ങനെ എടുക്കുമെന്ന് അറിയില്ല. താളം ചെയ്യുന്ന സമയത്ത് ആറ് വർഷം മുമ്പാണ് അത് ചെയ്തിട്ടുള്ളത്. അപ്പം അന്ന് എനിക്ക് തോന്നുന്നു ഞങ്ങൾക്ക് ഏറ്റവും വലിയ ഇൻസ്പിറേഷൻ അവിയൽ എന്ന് പറഞ്ഞ ബാൻഡാണ്. അവരുടെ ഫസ്റ്റ് ആൽബം റിലീസ് ചെയ്യുന്ന സമയമാണ്. അത് നമ്മളെല്ലാം ഫ്രണ്ട് സർക്കിളാണ് എല്ലാവരെയും. അപ്പോൾ അപ്പം നമുക്ക് ഇതുപോലെ പല പല ഇൻസ്പിറേഷൻസ് ഉണ്ട്. അപ്പോൾ അന്നൊക്കെ റോക്ക് തലയ്ക്ക് പിടിച്ചിരിക്കുന്ന സമയമാണ്. അപ്പം ആ ജോണറിനോട് ഭയങ്കര ഒരു ക്രൈസും. അപ്പോൾ അത് റോക്ക് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള മ്യൂസിക്കാണ് അതിൽ കുറച്ച് കൂടുതലുള്ളത്. പക്ഷേ ഇന്ന് എനിക്കറിയില്ല, ഞാൻ ചെയ്യുകയാണെങ്കിൽ ചിലപ്പം എൻ്റെ ലിസണിങ് അത്യാവശ്യം മാറി വേറെ ജോണറിലോട്ട് ഒത്തിരി കേൾക്കുന്നുണ്ട്. ഇപ്പോൾ വേൾഡ് മ്യൂസിക് ആയാലും ഡ്രം ആൻഡ് ബേസ്, അങ്ങനെ വേറെ കുറേ പല പല സ്റ്റൈൽ ഓഫ് മ്യൂസിക്കിനോട്. പിന്നെ ഇന്ത്യൻ ഓഫ് കോഴ്സ് നമ്മുടെ ഹിന്ദുസ്ഥാനിയും കർണാട്ടിക്കും ഒക്കെ ഫോക്ക് എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ കേൾക്കും. അപ്പം ആ ഒരു ജോണർ അതിൽ കുറച്ച് ഒരു സോഫ്റ്റ് റോക്ക് അല്ലെങ്കിൽ അൺപ്ലഗ്ഡ് ആ ഒരു മൂഡിലേക്കുള്ള സാധനങ്ങൾ കൂടുതലായിരുന്നു. പിന്നെ ആദ്യത്തെ ആൽബമാണ്, സ്വന്തം പ്രോജക്റ്റ് ആദ്യത്തെയാണ്. ഞാനും ചരണും യാക്സനും, ഞങ്ങൾ 3 പേരാണ് അതിൽ വർക്ക് ചെയ്തിട്ടുള്ളത്. അതിൽ ചരണും ഞാനാണ് കമ്പോസ് ചെയ്തിരിക്കുന്നത്, യാക്സൺ അറേഞ്ച്മെൻറ്റ്. അപ്പം അത് ആദ്യത്തെ ഒരു പരീക്ഷണമാണ്. ഒന്നും അറിയില്ല, എവിടെ എത്തുക, ഒരു പിടുത്തമില്ലാണ്ട് ചെയ്ത ഒരു ആൽബമാണ്. ഒത്തിരി പൈസ പോയി ഒക്കെ പരീക്ഷണം, നമുക്കറിയാണ്ട് പറ്റിയ ഒത്തിരി തെറ്റുകളുണ്ട്. ബട്ട് ഇറ്റ് വാസ് എ ലൈഫ് ടൈം എക്സ്പീരിയൻസ് എന്ന് ഞാൻ പറയാം. താളം ഞങ്ങൾ കുട്ടനാട്ടുകാരാണ്, കൈനഗിരി എന്ന് പറയും. അപ്പോൾ അച്ഛനും ഞങ്ങൾ അഗ്രികൾച്ചർ സൈഡിലുള്ള. അപ്പം നമ്മുടെ ഫാമിലിക്ക് എല്ലാവർക്കും ഭയങ്കര മ്യൂസിക് ക്രേസാണ്. പക്ഷെ ആരും തന്നെ അങ്ങനെ ഒരു പ്രൊഫഷണൽ, എല്ലാവരും കൃഷി അങ്ങനത്തെ ഒരു ലൈനാണ്. പക്ഷേ പാട്ടുകൾ കേൾക്കാനും അതിനോടൊരു ക്രേസും ഫാദറിൻ്റെ ബ്രദേഴ്സും ഒക്കെ എല്ലാവരും നന്നായി പാടും. പഠിച്ചിട്ടില്ല, പഠിക്കാനുള്ള അവസരമൊന്നും അവർക്ക് കുട്ടനാട്ടിൽ അന്ന് കിട്ടിയിരുന്നില്ലല്ലോ. അപ്പോൾ ഇവരിങ്ങനെ ട്രാൻസിസ്റ്റർ വെച്ചിട്ട് റാഫിയുടെ പാട്ടുകളും വല്ലാത്തൊരു മ്യൂസിക് ക്രേസാണ് ഫുൾ ഫാമിലിക്ക്. അപ്പം സിറ്റിയിലേക്ക് ട്രിവാൻഡ്രത്തേക്ക് ഞങ്ങൾ മൈഗ്രേറ്റ് ചെയ്തപ്പോൾ ഫാദർ തോട്ട് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ, ഒരു ടേസ്റ്റ് ഉണ്ടെങ്കിൽ പഠിപ്പിക്കണം എന്നൊക്കെ. അപ്പോൾ ആ ഒരു ഭാഗ്യം കൊച്ചിലെ 2ാം ക്ലാസ് മുതൽ എനിക്ക് സാറ് അവിടെ പുള്ളി ശരിയാക്കി. അപ്പം
അങ്ങനെ പുള്ളിയുടെ ഒരു ഇൻട്രസ്റ്റാണ്, എൻ്റെ ഫാദറിൻ്റെ ഇൻട്രസ്റ്റിൻ്റെ പുറത്താണ് ഇപ്പം മ്യൂസിക് പഠിച്ചു തുടങ്ങിയതൊക്കെ. സീരിയസ് ആയിട്ടൊക്കെ എടുത്തു തുടങ്ങിയപ്പോൾ എനിക്ക് തോന്നുന്നു ഇച്ചിരി ലേറ്റായി. ആദ്യം കുഴപ്പത്തിൽ തിരിഞ്ഞ് 10th വരെയുള്ള പഠിത്തവും എല്ലാം കൂടെ കുഴഞ്ഞിരിക്കുകയായിരുന്നു. പിന്നെ എൻജിനീയറിംഗ് ഒക്കെ ചെയ്യുമ്പോഴാണ് ഞാൻ സ്ലോലി റിയലൈസ് ദാറ്റ് മ്യൂസിക് കാര്യമായിട്ട് ചെയ്യണം എന്ന് തോന്നിയത്. അപ്പോൾ സാറന്മാരും ഒക്കെ സപ്പോർട്ട് ചെയ്തിരുന്നു. പിന്നെ പാഷൻ ഓട്ടോമാറ്റിക്കലി ബിക്കെയിം പ്രൊഫഷൻ എന്നുള്ള പോലെയാണ്. ചെയ്ത് 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 അവസാനം അതിൽ നിന്ന് ഇപ്പോൾ കുറച്ച് വരുമാനങ്ങൾ വരുന്നു വന്നു തുടങ്ങി. കുഴപ്പമില്ല, ഇപ്പോൾ തിരക്കേടില്ലാണ്ട് പോകണം. സൂപ്പർ സ്റ്റാർ റിയാലിറ്റി ഷോയിൽ 2006 ഞാൻ റണ്ണറപ്പ് ആകുന്നത്. അതിൽ വിനയൻ സാറ് ഡയറക്ടറില്ലേ, പുള്ളി ഗസ്റ്റായിട്ട് വന്നപ്പോൾ ഇങ്ങനെ ഓഫർ ചെയ്തിരുന്നതാണ് സെക്കൻഡ് കിട്ടുന്ന ആൾക്കൊരു പാട്ട് പുള്ളിയുടെ പടത്തിൽ. അപ്പോൾ അൽഫോൻസ് ചേട്ടനായിരുന്നു മ്യൂസിക്. പിന്നെ അതാണ് ഫസ്റ്റ്, അത് വിത്ത് ദ ലെജൻഡ് ചിത്രേച്ചിയുടെ കൂടെ പാടാൻ പറ്റിയതിൽ വളരെ സന്തോഷം. നമ്മുടെ ശ്രമം എന്നും പാരലൽ മ്യൂസിക്കിൽ എന്തെങ്കിലും ചെയ്യണമോ, പക്ഷേ പാരലലി എനിക്ക് ഫിലിമിൽ നിന്ന് ഓഫേഴ്സ് വന്നു. അപ്പോൾ അതൊക്കെ ദൈവാനുഗ്രഹം തന്നെയാണ്. ഇടയ്ക്ക് നല്ലൊരു പാട്ട്, ദീപക് സാറിൻ്റെ ഒരു പാട്ട് ആരാണ് അത് കിട്ടി. പിന്നെ പുറകെ റെക്സ് ചേട്ടൻ 22 ഫീമെയിൽ കോട്ടയം, അങ്ങനെ ഒത്തിരി പടങ്ങളിൽ ഒരു 14, ഒത്തിരിയല്ല, ഒരു 14 ഫിലിമിൽ ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്തു. അത് ഞാൻ വളരെ വളരെ താങ്ക്ഫുള്ളാണ് എല്ലാവരുടെ. അത് എനിക്ക് വന്ന ഓഫേഴ്സാണ്. അപ്പം ഞാൻ ഈ ഇടിച്ച് നിൽക്കലൊക്കെ വെച്ച് കുറവാണ്, എല്ലാം വലിഞ്ഞ് നിൽക്കുന്ന പാർട്ടിയാണ്. പക്ഷേ ഇതെല്ലാം ദൈവം എനിക്ക് കൊണ്ടു തന്ന ഓഫേഴ്സാണ്. എനിക്ക് പാടാൻ പറ്റും ഉറപ്പുള്ള പാട്ട് ഞാൻ കമ്മിറ്റ് ചെയ്യാറുള്ളൂ. അത് ഇവരൊക്കെ തന്നെയും ഇപ്പം ഞാൻ വർക്ക് ചെയ്ത മ്യൂസിക് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത് ബിജി ബാലേട്ടൻ, വിജയേട്ടൻ, ദീപക് സാറ്, അൽഫോൻസ് ചേട്ടൻ, റെക്സ് ചേട്ടൻ, ഇവരെല്ലാം, രാഹുലേട്ടൻ, ഇവരെല്ലാം തന്നെ എനിക്കൊരു പ്ലസ്സും ഉണ്ടാവും, എനിക്ക് മൈനസും ഉണ്ടാവും ആസ് എ സിംഗർ. അപ്പോൾ പ്ലസ് കണ്ടിട്ടാണ് ഇവരെല്ലാം എന്നെ വിളിച്ചിട്ടുള്ളത്. അവർക്കറിയാം എക്സാക്ട്ലി വാട്ട് ടു പുൾ ഫ്രം മീ. അപ്പം അങ്ങനെ ആയതുകൊണ്ട് ഞാൻ വളരെ കംഫർട്ടബിളായിട്ട് പാടി, വളരെ ഹാപ്പി ആയിട്ട് സ്റ്റുഡിയോയിൽ വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറും. അപ്പം അങ്ങനെ അതുകൊണ്ട് വലിയ പ്രോബ്ലംസൊന്നും ഇല്ലാതെ ഫിനിഷ് ചെയ്തു. ജോൺസൺ മാസ്റ്റർ ഞാനീ പറഞ്ഞ പോലെ നമ്മൾ കൊച്ചിലെ മുതൽ നമ്മുടെ ഉള്ളിൽ സ്റ്റക്കാവും കുറേ പേര്. അങ്ങനെ പുള്ളിയായിരിക്കും എന്നെ ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്തിട്ടുള്ളൊരു മ്യൂസീഷ്യൻ. കാരണം വെച്ചാൽ പുള്ളിയുടെ പടങ്ങളിലൊക്കെ മോർ ദാൻ എന്താ പറയുക, ആ പാട്ട് ഇങ്ങനെ എറിച്ച് നിൽക്കണം എന്നുള്ളതല്ല പുള്ളിയുടെ മോട്ടീവ് വാസ് ഹൗ മച്ച് ഇറ്റ് വിൽ ജെൽ വിത്ത് ദ ഫിലിം എന്നുള്ളതാണ്. അപ്പം എനിക്കിപ്പോഴും പുള്ളിയുടെ ഒരു പാട്ട് കേൾക്കുമ്പോൾ അപ്പോൾ ആ സെക്കൻഡ് നമുക്ക് ഫിലിമാണ് ഓർമ്മ വരിക. ആ ഒരു പ്ലേ ബാക്ക് മ്യൂസിക്കിൽ ഏറ്റവും ഗ്രേറ്റ് പുള്ളിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാര്യം ഇപ്പം പൊന്മുട്ടിടുന്ന താറാവ് തട്ടാൻ, ആ പടത്തിൽ ആ ഒരു പാട്ട് കേട്ടാൽ നമുക്ക് സ്ട്രെയിറ്റ് ആ വിഷ്വൽസും ഇതൊക്കെ ആയിരിക്കും വരിക. അതിങ്ങനെ ഒരു ബ്ലെൻഡ് പുള്ളിക്ക് ഭയങ്കരമാണ്, ഫിലിമുമായിട്ടൊരു ചേർച്ച പുള്ളിയുടെ മ്യൂസിക്. ബാക്കിയുള്ളവർക്ക് ഇല്ലെന്നല്ല, ബട്ട് മൈ പേഴ്സണൽ ഫേവറേറ്റ് ഇസ് എനി ടൈം ജോൺസൺ മാസ്റ്ററാണ് കേരളത്തിൽ. പക്ഷേ നൊസ്റ്റാൾജിയ നമ്മൾ കേട്ട് വളർന്ന സാധനം. പൃഥ്വിയായിട്ട് സ്കൂൾ ഒരുമിച്ചായിരുന്നു, എൻ്റെ സെയിം ബാച്ച്. ഞങ്ങൾ പല സ്റ്റേജസ് ഒരുമിച്ച് പെർഫോം ചെയ്തിട്ടുണ്ട്. അല്ല, ആരും അറിയണ്ട പൃഥ്വിരാജ് നമ്മളോട് ബന്ധം ഇല്ല. റൂമിൽ പാട്ട് പാടുന്നതായിട്ട് ഒരു ബന്ധം സത്യം പറഞ്ഞാൽ അവന് അറിഞ്ഞു പോലുമില്ല ഞാൻ അതിൽ ഉള്ള കാര്യം. ടുവെൽ ദ എൻഡ് ഹി ഡിഡ് നോ ദാറ്റ് ഐ വാസ് സിംഗിങ്. പുള്ളി ഇതാരെ പാടുന്നത് ചോദിക്കുമ്പോഴാണ് ദീപക് സാർ ഇതൊരു ജോബ്, ബൈ എനി ചാൻസ് ജോബ് കുര്യനാണോ എന്ന് ചോദിച്ചു. അപ്പം അതെ, നമ്മുടെ ഫ്രണ്ട്. അങ്ങനെ ഞങ്ങൾ പറഞ്ഞ പേഴ്സണലി മൈറ്റ് നോട്ട് ബി ദാറ്റ് ക്ലോസ്, പക്ഷേ ഒത്തിരി ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ, കോളേജ് സ്കൂൾ ഡേ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരുമിച്ച് ആണ് പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ. ഇന്നവൻ നല്ല രീതിയിൽ എത്തിയല്ലേ, എനിക്ക് വളരെ സന്തോഷം. ഞാൻ പറയട്ടെ, ഇന്ന് ഒത്തിരി പേര് ഉണ്ട് പാടാൻ ഓൾറെഡി. അപ്പം ഞാനായിട്ട് ഒരു കോൺഷ്യസ് എഫേർട്ട് ഇതുവരെ അങ്ങോട്ട് അപ്രോച്ച് ചെയ്തിട്ടൊന്നും ഇല്ല. പക്ഷെ ചെയ്യേണ്ടതാണ്, അത് എൻ്റെ കുഴപ്പമാണ്. ഞാനത് ഇച്ചിരി സാമ്പിൾസ് അയക്കുകയോ, അവിടുത്തെ മ്യൂസിക് ഡയറക്ടേഴ്സ് അറിയണമല്ലോ നമ്മൾ ഇങ്ങനെ ഒരാൾ ഇവിടെ ഉണ്ടെന്നുള്ള അറിഞ്ഞാലേ അവർക്ക് എൻ്റെ വോയിസ് വേണമെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അവർ അറിയാനായിട്ട് അവസരം ഞാനിതുവരെ കൊടുത്തിട്ടില്ല. ഞാനിനി കുറച്ച് സാമ്പിൾസ് ഡെമോസൊക്കെ എടുത്ത് അയക്കണം എന്ന് വിചാരിച്ചിരിക്കുകയാണ്. സാക്ഷാൽ ARGക്കും എല്ലാവർക്കും കൊടുക്കണമെന്നുണ്ട്. നമ്മുടെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് മ്യൂസിക് മേക്കിംഗ് ആണ്. ആൻഡ് പാരലി അതിനു വേണ്ടി പാടുക, അല്ലെങ്കിൽ നമ്മൾ ട്രിപ്പ് ചെയ്യുന്നത് അതിലാണ്. അപ്പോൾ ഈ സൈഡ് കുറച്ച് വിട്ടുപോകുന്നതാണ് ഈ ഡെമോസ് കൊടുക്കാനും ഇതൊക്കെ. അപ്പോൾ നമ്മൾ ഈ സൈഡിൽ ഇങ്ങനെ ഹാപ്പി ആയിട്ട് ഇങ്ങനെ പോവുകയാണ്. പക്ഷേ അതല്ല ശരി. എൻ്റെ അടുത്ത് ഫ്രണ്ട്സും ഒക്കെ പറയുന്നു അങ്ങനെയല്ല, നമ്മൾ ഇച്ചും കൂടെ ഒരു പുഷിൽ നിൽക്കണം. യു ഗീവ് സാമ്പിൾസ് ടു ഓൾ ദീസ് മ്യൂസിക് ഡയറക്ടേഴ്സ്. പിന്നെ നെവർ നോ, എപ്പോഴാണ് എങ്ങനെ വിളിക്കുകയെന്നറിയില്ല.
പിന്നെ AR സാറിനൊക്കെ ഒരെണ്ണം കൊടുക്കുകയാണെങ്കിൽ ഇറ്റ് ഇസ് ഫോർ ലൈഫ് ടൈമാണ്. നമ്മളൊരു സാമ്പിൾ കൊടുത്ത് പുള്ളിക്ക് ഇഷ്ടപ്പെട്ടാൽ ഈ കോൾ സ്ട്രെയിറ്റ്, അങ്ങനെയാണ് ഞാൻ കേട്ടിരിക്കുന്നത്. പുള്ളിക്ക് വോയിസ് കേൾക്കുന്നു, സെക്കൻഡ് ഇഷ്ടപ്പെട്ടാൽ അപ്പം തന്നെ പുള്ളി തന്നെ വിളിക്കുമെന്നാണ് പറയുന്നത്. ഒന്നും പറയാനില്ല, അപ്പം തന്നെ റിപ്ലൈ ചെയ്യും. അങ്ങനെയൊക്കെയാണ് പുള്ളിയുടെ രീതി. പുള്ളി ഒന്നും പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഇഷ്ടപ്പെട്ടാൽ സെക്കൻഡ് അറിയും ചെന്നൈ എന്ന് ചോദിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത്രയ്ക്കും ഫാസ്റ്റായിട്ട് റിപ്ലൈ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ പക്ഷേ ഡെമോസിനൊക്കെ അത്ര ക്വാളിറ്റി ഉണ്ടാവണം. വൺസ് ആൻഡ് ഫോർ എവർ ലൈഫ് ടൈമോ ഇതാണ് ഒരു സിംഗറിൻ്റെ. എനിക്ക് ആസ് എ മ്യൂസീഷ്യൻ പുള്ളിയുടെ കൂടെ വർക്ക് ചെയ്താലൊരു ഡ്രീം കം ട്രൂ ആണ്. അപ്പം അത് കൊടുക്കുമ്പോൾ നല്ല കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുക വെയിറ്റ് ചെയ്ത്. പക്ഷേ ഇതുവരെ നടന്നില്ല. കൊടുക്കണം ഇനിയിപ്പോൾ ഐ വിൽ നോട്ട് വെയിറ്റ് ഫർദർ. എൻ്റെ ഭാര്യയൊക്കെ പറയാറുണ്ട്, കൊടുക്ക്, ചുമ്മാ കൊടുക്ക്.